സുഹൃത്തുക്കളെ, നമ്മളിപ്പോൾ ഉള്ളത് കാട്ടിക്കുളം, മാനന്തവാടി കാട്ടിക്കുളത്താണ്. ഒരു വർഷം മുന്നേ ഒരു ചെറിയൊരു ഷോർട്ട് വീഡിയോ ചെയ്തിരുന്നു. ആ ഷോർട്ട് വീഡിയോ കോൺക്രീറ്റ് തൂണുകളിൽ കുരുമുളക് വളർത്തുന്ന ഒരു സംഭവമായിരുന്നു. അപ്പോൾ ഒരു വർഷം കഴിഞ്ഞപ്പോൾ നമ്മൾ വീണ്ടും അവിടെ അവിചാരിതമായിട്ട് എത്തിപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മളൊരു വീഡിയോ എടുക്കുകയാണ്. അതിൻ്റെ ഫുൾ വീഡിയോ കണ്ടമാനം ആളുകൾ ചോദിച്ചിരുന്നു. അന്ന് നമ്മൾ ഷോർട്ട് വീഡിയോ ആണ് എടുത്തത്. അപ്പോൾ ആ തോട്ടത്തിൽ നമ്മൾ എത്തിയിട്ടുണ്ട്. ഒരു വർഷത്തെ വളർച്ച എങ്ങനെയുണ്ട് നമുക്കൊന്ന് കാണാം. ഓക്കെ, കുരുമുളക് വ്യത്യസ്തമായിട്ട് രീതിയിലൊന്ന് കൃഷി ചെയ്തിട്ട് പരീക്ഷിക്കുകയാണ് ഇവർ. ഒരു വലിയൊരു തോട്ടത്തിൻ്റെ ഒരു സൈഡിൽ കുറച്ചാണ് ഇവർ കൃഷി ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് കാണാം. ഇതാണ് തോട്ടം. ഇതൊരു കാപ്പിത്തോട്ടമായിരുന്നു. അതിൻ്റെ ഒരു മൂലയിലാണ് ഇവർ കൃഷി തുടങ്ങിയിട്ടുള്ളത്. അപ്പോൾ കാപ്പിയും മറ്റു മരങ്ങളൊക്കെ മുറിച്ച് കളഞ്ഞതിന് ശേഷമാണ് ഇവിടെ ഈ കൃഷിക്കായിട്ട് നിലം ഒരുക്കിയിട്ടുള്ളത്. ഈ വർഷം വയനാട്ടിൽ നല്ല മഴയാണ്. എല്ലാ സമയത്തും നമുക്ക് മഴ കിട്ടിയിട്ടുണ്ട്, വേനൽ മഴയും കിട്ടിയിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മൾ ഇന്നും നല്ലൊരു മഴയാണ്. ഇവിടെ ചെറിയൊരു തിണ്ടൊക്കെ ഉണ്ട്. അപ്പം മരങ്ങൾ വയനാട്ടിൽ നിന്ന് ധാരാളം മുറിച്ച് പോകുന്നൊരു സമയം കൂടിയാണ്. ശരിക്കും പറഞ്ഞാൽ അതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്യാനുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ മരം മുറിച്ചിട്ടതിന് മേലെ കൂടെ ചവിട്ടി നമ്മൾ ഈ തോട്ടത്തിൽ വീണ്ടും കയറിയിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ കണ്ടോ, ഒരാളെ ഉയരത്തിൽ കൂടുതൽ നമ്മളുടെ കുരുമുളക് വളർന്നു നിൽക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഒരു 100 ചില്ലറ കാലുകളെങ്കിലും ഏകദേശം ഇതിലുണ്ടാവും. അപ്പോൾ നമ്മൾ കാണുന്നൊരു കാഴ്ച എന്ന് വെച്ച് കഴിഞ്ഞാൽ 2ഉം 3ഉം ചുവടുകളൊക്കെയാണ് ഒരു കാലിൻ്റെ ചുവട്ടിൽ തൈകൾ നട്ടിട്ടുള്ളത്. അതെല്ലാം തന്നെ പിടിച്ചിട്ടൊന്നുമില്ല. എന്നിരുന്നാലും ചിലതൊക്കെ നല്ല ഭംഗിയോടുകൂടിയും കരുത്തോടു കൂടിയും മുളച്ചു വന്നിട്ടുണ്ട്. ചില കാലിൽ പകുതി വളർച്ചയായിട്ടുള്ളൂ, ചില കാലിൽ തൈകൾ വളർന്നിട്ടേ ഇല്ല എന്ന് വേണം പറയാൻ. അപ്പോൾ എനിക്ക് ഈ തോട്ടത്തിൽ വന്ന സമയത്ത് തോന്നിയൊരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കുറച്ച് നിരന്നൊരു സ്ഥലത്തായി. കുരുമുളക് ചെടി എപ്പോഴും നീർവാർച്ചയുള്ള സ്ഥലങ്ങളിൽ വേണം എന്നാണ് പറയുക. കയറ്റക്കുത്തനുള്ള സ്ഥലത്താകുമ്പോഴാണ് നീർവാർച്ച ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ ഈ ഭാഗത്ത് ചാല് കീറി കൊടുത്തിരുന്നെങ്കിൽ ഒരു പക്ഷേ കുരുമുളക് കുറച്ചും കൂടി നന്നായി വളരുമായിരുന്നു. പണ്ടത്തെ കാപ്പിയൊക്കെ അതേപോലെ തന്നെ ഇപ്പോഴും നിൽക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഈ നില ഒരുക്കിയ സമയത്ത് എനിക്ക് തോന്നുന്നത് ഫുള്ളി മരങ്ങളുടെ വേരുകളും മുറിച്ച് മാറ്റിയിട്ടില്ല എന്ന് തോന്നുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു ബുദ്ധിമുട്ടൊക്കെ അവിടെയും ഇവിടെയും കാണുന്നുണ്ട്. ഈ അടുത്ത് കാടൊക്കെ വെട്ടിയിട്ടുണ്ട്. നമുക്കതൊന്നുമല്ല നമ്മളുടെ താല്പര്യങ്ങൾ. നമ്മളിത് എത്ര വളർന്നു, ഒരു വർഷത്തിന് ശേഷം എത്ര മാറ്റങ്ങൾ ഇതിലുണ്ടായി എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ കറങ്ങി നോക്കുന്ന സമയത്ത് ചില ഭാഗത്തൊക്കെ കുരുമുളക് തിരിയിട്ടുണ്ട്. നല്ല അടിപൊളി തിരികൾ കാണുന്നുണ്ട്. അപ്പോൾ ഇത് വയനാട്ടിൽ കുരുമുളക് തിരിയിടുന്നൊരു സമയം കൂടിയാണ്. അപ്പോൾ ഇതാണ്ട് ഈ കാലിലൊക്കെ നോക്ക് വളരെ കുറവാണ് വളർച്ച വന്നിട്ടുള്ളത്. അപ്പോൾ ഈ കൃഷി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്ക് നമ്മളൊരു കുട്ടീനെ വളർത്തുന്ന പോലെ അതിൻ്റെ പുറകെ 24 മണിക്കൂർ ഉണ്ടാവണം എന്നുള്ളതാണ്. അപ്പം മഴ ഇല്ലെങ്കിൽ വെള്ളം നനയ്ക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഇവിടെ കാണുന്നുണ്ട്. പൈപ്പൊക്കെ നിലത്ത് കിടക്കുന്നുണ്ട്. എന്താണെന്നുള്ളത് അറിയില്ല. നമ്മൾ മഴക്കാലത്താണ് വന്നത്. അപ്പോൾ നമ്മൾ നോക്കുന്ന സമയത്ത് കാടൊക്കെ വെട്ടി നല്ല വൃത്തിയാക്കിയിട്ടുണ്ട്. പക്ഷേ ചുവടിൽ ഒരു വളവും ചെയ്തതായിട്ടോ അല്ലെങ്കിൽ ചുവട് വൃത്തിയാക്കിയിട്ടതായിട്ടോ ഒന്നും കാണുന്നില്ല. പിന്നെ ഇവിടെ ഇവർ ചെയ്തിട്ടുള്ള പ്രധാന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എല്ലാ കാലിലും ഒരു 1.5 ആൾ ഹൈറ്റിൽ ഗ്രീൻ നെറ്റ് കെട്ടിക്കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഗ്രീൻ നെറ്റ് കൂടെ പെട്ടെന്ന് പിടിച്ച് കയറും എന്ന് ആയിരിക്കും ചിലപ്പോൾ ഈ കൃഷിക്കാരന് ഉദ്ദേശിച്ചിട്ടുണ്ടാവുക. ഒരു പരിധി വരെ ശരിയാണ്. നമ്മുടെ ഇവിടെയൊക്കെ നല്ല തിരിയൊക്കെ ഇട്ട് വരുന്നുണ്ട്. നല്ല കേടൊന്നും അധികം കാണുന്നില്ല. പക്ഷേ എന്നിരുന്നാലും കുറേ സ്ഥലത്ത് കേട് നമ്മൾ കണ്ടു. അപ്പം ഒരു ചുവട് ഫുള്ളി പോയതൊക്കെയാണ് നമ്മൾ കണ്ടുള്ളത്. അപ്പം നമ്മളിങ്ങനെ കറങ്ങി നോക്കുകയാണ് ഇതിൻ്റെ ഉള്ളിൽ കൂടെ. എന്തായാലും ഒരു കൃഷി കാണുക, അതിനെക്കുറിച്ച് മനസ്സിലാക്കുക, പഠിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു രസം തന്നെയാണ്. അപ്പോൾ ചില കാലിലൊന്നുമില്ല. പക്ഷേ ഇവർ മേക്കടിച്ചതും അതുപോലെ തന്നെ കാല് കുഴിച്ചിട്ടുള്ളതും കാല് തിരഞ്ഞെടുത്തുള്ളതും എല്ലാം നല്ല ഭംഗിയായിട്ടുണ്ട്. അതൊക്കെ ശരിക്കും പറഞ്ഞാൽ വിജയിച്ചു. പക്ഷേ എന്നാൽ ഈ കൃഷി 2 വർഷം കൊണ്ട് വിജയിച്ചോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് പറയാനുള്ളൊരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 40% വിജയിച്ചിട്ടുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. അത് എല്ലാ വള്ളികളും ഒന്നും വയനാട്ടിലിപ്പോൾ പിടിക്കുന്നില്ലെങ്കിൽ തന്നെ അതുണ്ടോ, ഈ വള്ളിയൊക്കെ നോക്കി ഇതൊക്കെ പറ്റപ്പോയി, ഈ അടുത്ത് പോയ പോലെ ഉണ്ട്. ദ്രുതവാട്ടമാണോ എന്നുള്ളത് അറിയില്ല. അപ്പോൾ ഇതിൻ്റെ ഒരു വിജയ ശതമാനത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ 40% ആയി എന്ന് ഞാൻ പറയാനുള്ള കാരണം ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. നിങ്ങളിത് കണ്ടുകൊണ്ട് കാണല്ലോ. അപ്പോൾ ശരിക്ക് നോട്ടത്തിൻ്റെ ഒരു കുറവ് ഈ തോട്ടത്തിലുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. അപ്പോൾ നന്നായിട്ട് നോക്കിയിരുന്നെങ്കിൽ ഒരു പക്ഷേ ഒരു 60-80% വിജയിച്ചാൽ പോലും ഒരു 2 വർഷം കൊണ്ട് ഇനി ഒരു 2 വർഷം കൊണ്ട് നന്നായിട്ട് വളരുകയും കായ അത്യാവശ്യം പറിക്കാൻ പറ്റുന്ന ഒരു രീതിയിലാണ് ഇപ്പോൾ ഇത് ഉള്ളത്. അപ്പോൾ നമ്മൾ ഈ മരമൊക്കെ ഇപ്പോൾ നമ്മൾ കണ്ടു കഴിഞ്ഞ മരമൊക്കെ ഉണ്ടല്ലേ, ഒരു 1.5 ആൾക്ക് മുകളിൽ കുരുമുളക് ശരിക്ക് പടർന്ന് കയറിയിട്ടുണ്ട്.
ഇവിടെയും ഇതാ നന്നായിട്ട് പടർന്ന് കയറിയിട്ടുണ്ട്. നല്ല തിരികൾ കാണുന്നുണ്ട്. അപ്പം ഇത് നന്നാവുന്ന ഒരു സ്ഥലം തന്നെയാണ്. ഇവർ ചൂസ് ചെയ്തിട്ടുള്ള വള്ളിയും നല്ലതാണ്. പക്ഷേ കൃഷിയിൽ എവിടെയോ എന്തോ ഒരു പാകപ്പിഴ സംഭവിച്ചതുപോലെയാണ് തോന്നുന്നത്. ഒരുപക്ഷേ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവർ കുറച്ചും കൂടി ഇത് ശ്രദ്ധിച്ചിരുന്നെങ്കിൽ നല്ലൊരു കൃഷി ഇതിൽ നിന്ന് അവർക്കൊരു ലാഭം കൂടി കൊയ്യാൻ പറ്റുന്നൊരു സംഭവം തന്നെയാണ്. എന്തായാലും ഇത് റോഡ് സൈഡിലായതുകൊണ്ടാണ് നമ്മൾ മറ്റൊരാവശ്യത്തിന് വന്നപ്പോഴും അതേപോലെ തന്നെ കഴിഞ്ഞ പ്രാവശ്യം മറ്റൊരാവശ്യത്തിന് വേണ്ടി വന്നപ്പോഴാണ് നമ്മൾ ഒരു ഷോർട്ട് വീഡിയോ എടുത്തത്. ഈ വർഷവും നമ്മൾ മറ്റൊരാവശ്യത്തിന് വേണ്ടി വന്നപ്പോൾ ഈ തോട്ടം കണ്ടപ്പോൾ ഓർമ്മ വന്നു. അങ്ങനെ ചാടി ഇറങ്ങി നമ്മളൊരു വീഡിയോ എടുക്കുകയാണ്. ഇതിൻ്റെ ഉടമസ്ഥരൊന്നും നമ്മൾ കണ്ടിട്ടില്ല കേട്ടോ. ഇതിൻ്റെ ഉടമസ്ഥർ ആരാന്നൊന്നും നമുക്കറിയില്ല. പക്ഷേ കഴിഞ്ഞ വർഷം ഞങ്ങൾ വീഡിയോ എടുക്കാൻ വേണ്ടി വന്ന സമയത്ത് ഇവിടെ പണിക്കാരുണ്ടായിരുന്നു. അവരോട് പെർമിഷൻ ചോദിച്ചിട്ടാണ് നമ്മൾ വീഡിയോ എടുത്തത്. ഈ വർഷം ആരും കണ്ടില്ല. ഈ മരം മുറിക്കുന്ന കുറച്ച് ആൾക്കാർ റോഡ് സൈഡിലുണ്ടായിരുന്നു ഒഴിച്ച് ബാക്കി നമ്മൾ ആരും കണ്ടിട്ടില്ല. കുരുമുളക് ഇല്ലാത്ത കാലിൽ പോലും ഇവർ ഗ്രീൻ നെറ്റ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് മനസ്സിലാക്കുന്ന ഒരു സംഭവം എന്താ വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ ഇവരിനി കൃഷി ചെയ്യും എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. കാരണം എന്താണ്ടോ, ഈ ചില കാലിലൊന്നും കുരുമുളകില്ല, അവിടെയും അവർ ഗ്രീൻ നെറ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം വീണ്ടും അവർ കൃഷി കൂടുതൽ നന്നായിട്ട് ചെയ്യും എന്ന് നമുക്ക് വിചാരിക്കാം. നമ്മൾ ഏകദേശം ഒരു വർഷം ഇതിന് മുന്നേ വന്നു എന്ന് പറഞ്ഞല്ലോ. അന്ന് ഈ തോട്ടം ഇത്രയൊരു ഭംഗി കാണാനുണ്ടായിരുന്നില്ല. കാരണം അതിൽ കുരുമുളകൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടായിരിക്കാം ചിലപ്പം. എന്തായാലും കുരുമുളക് കൃഷി വയനാട്ടുകാരെ സംബന്ധിച്ച് ഇപ്പം വമ്പൻ നഷ്ടത്തിലാണ് പോകുന്നത്. എല്ലാ കൃഷികളും നഷ്ടത്തിലാണ്. അക്കൂട്ടത്തിൽ കുരുമുളക് കൃഷി നഷ്ടത്തിലാണ്. കാരണം എന്താ വെച്ചാൽ കേടാണ്. വമ്പൻ കേട് കുരുമുളക് കൃഷിയെ ശരിക്കും ബാധിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ കുറേ വർഷങ്ങൾക്ക് ശേഷം ഇപ്പോൾ ഒരു 2 വർഷമായിട്ടാണ് നമുക്ക് കാപ്പിയിൽ അത്യാവശ്യം വിളവൊക്കെ കിട്ടുന്നത്. ഇവിടെ കണ്ടോ, ഏകദേശം എൻ്റെ കൈയിൻ്റെ ഉയരത്തിന് മുകളിൽ കുരുമുളക് വളർന്നിട്ടുണ്ട്. ഇതേപോലെ ഈ തോട്ടത്തിൽ മൊത്തം വളർന്നിരുന്നെങ്കിൽ അത് നമുക്ക് ഈ കൃഷി ഏകദേശം ഒരു എന്താ പറയുക, ഒരു 90-95% വിജയം ആയിരുന്നു എന്ന് പറയാൻ പറ്റും. അപ്പോൾ ഈ നിലത്തിൽ വെള്ളം വല്ലാണ്ട് കിടക്കുന്നുണ്ട്. നിലത്ത് നമ്മളിങ്ങനെ ചവിട്ടുമ്പോൾ പതിഞ്ഞ് പോകുന്നുണ്ട്. അപ്പോൾ നീർവാർച്ച ഇല്ലാത്തത് കൊണ്ടായിരിക്കാം ചിലപ്പം അത് കേട് വന്നതെന്നൊക്കെ എനിക്ക് തോന്നി. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ കൂടെ ഓരോ ചാല് കീറി കൊടുത്ത് വെള്ളത്തിനെ ഒഴിവാക്കുകയാണെങ്കിൽ കുറച്ചും കൂടിയും കൃഷി കൂടുതൽ നന്നാവാനൊക്കെ സാധ്യത ഉണ്ടാവുമായിരുന്നു എന്നൊക്കെ നമുക്ക് തോന്നുന്നുണ്ട്. ഇനി കൃഷി ചെയ്യുന്നവരാണ് അതെന്താണ് കേട് എന്നൊക്കെ കണ്ടുപിടിക്കുകയും ചെയ്യുകയും ഒക്കെ ചെയ്യേണ്ടത്. എന്തായാലും വയനാട്ടിൽ ഈ കൃഷി മര്യാദയ്ക്ക് ചെയ്യുകയാണെങ്കിൽ എല്ലാ കൃഷിയും പോലെ തന്നെ അത്യാവശ്യം വിളവെടുക്കാൻ പറ്റുന്നൊരു സംഭവം തന്നെ ആയിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പം വീഡിയോ മുഴുവൻ കണ്ടു കഴിഞ്ഞാൽ എല്ലാവരും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ പറയണം. കൂടുതൽ നല്ല മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.